ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ രാവിലെ നടയായിരുന്നു കേട്ടോ ഉണ്ടാക്കി തന്നത് അമ്മ. അങ്ങനെ പൂവടയായിരുന്നു ഉണ്ടാക്കി തന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആദ്യമൊന്നും അങ്ങനെ അട അധികം ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അടയൊക്കെ കഴിക്കാനായിട്ട്. ഇതും അതുപോലെ തന്നെ ഓട്ടടയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവോലിയാണ് ഇന്ന് കിട്ടിയത്. നമ്മളിവിടെയൊക്കെ ആവോലി അത്യാവശ്യം വില കുറവൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ ആവോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആവോലിയാട്ടോ കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചെറുതായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കായിരുന്നു കേട്ടോ അമ്മ. അങ്ങനത്തെ ഏകദേശം കുറേയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസുകളായിട്ട് മുറിക്കണം. അങ്ങനത്തെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാനൊന്ന് കണ്ടുപഠിക്കായിരുന്നു കേട്ടോ. എനിക്ക് മീൻ നന്നാക്കൽ മാത്രം എനിക്ക് അത്ര വശമില്ല. അങ്ങനത്തെ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നത് കാണായിരുന്നു. പുറത്തെ ഇതൊക്കെ അമ്മ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈഡിലെയും ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബാക്കി മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ അതിനെ മുറിച്ച് ചെറിയ പീസുകളാക്കാം കേട്ടോ. അമ്മ മുറിക്കുമ്പോൾ കറക്റ്റായ ഒരു ലെവലിൽ തന്നെ കിട്ടും. നമ്മളൊക്കെ മുറിക്കുമ്പോൾ അതൊക്കെ ഉടഞ്ഞൊക്കെ പോകുന്നൊരു പരിവാവും. ഇതെങ്ങനെ കറക്റ്റ് മുറിക്കണേന്ന് എനിക്കറിയില്ല. മുറിച്ച് ചിലപ്പോൾ ശീലമായതായിരിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതിനെല്ലാം എന്ത് ചെയ്യും നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ പീസുകളാക്കണം കേട്ടോ, എന്നാലേ നമുക്ക് മസാല തേക്കാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങൾ വലുതാക്കിയൊന്നും വറുക്കലില്ല. എപ്പോഴും ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ വറുക്കുന്നത്. അതേത് മീനായാലും അയില പോലും ഞങ്ങൾ അതുപോലെ വറുക്കുക. അത് തന്നെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഉള്ളിലെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അമ്മ. അങ്ങനത്തെ വീണ്ടും എല്ലാം കുറച്ച് പുളിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഈ മീനൊക്കെ അഴുക്കും ഇതൊക്കെ പോകാനായിട്ട് കുടപ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീനിൻ്റെ പുറമേയുള്ള അഴുക്കും ഇതൊക്കെ ഒന്ന് പോയി കിട്ടും. ചെമ്മീനൊക്കെ അമ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചെമ്മീനിന്നല്ല എല്ലാ മീനിലും ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കുടപ്പുളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതൊക്കെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് പീസാക്കി മുറിച്ചിടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ അവിടെ വെക്കുന്നുണ്ട്. പൂച്ചയും അതുപോലെ തന്നെ കോഴികളൊക്കെ അമ്മേൻ്റെ ചുറ്റുമുണ്ട് കേട്ടോ. ഇതൊക്കെ പറക്കി തിന്നാനായിട്ട് വേസ്റ്റുകളൊക്കെ. അങ്ങനെ പൂച്ചകളൊക്കെ ഞങ്ങൾ കത്തി മുറിച്ച് കൂട്ടണം കണ്ടാൽ തന്നെ അവരെല്ലാവരും എത്തും. നമ്മൾ വെറുതെ വേറെ എന്തെങ്കിലും അരിയാനായാലും അത് മുറിച്ച് കൂട്ടി കഴിഞ്ഞാൽ അവരെവിടെ നിന്നാണെന്നറിയില്ല പറന്ന് വരുന്നത് കാണാം. അങ്ങനെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ തയ്യാറാക്കാം. മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ വേണം കേട്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ പീസുകളെടുത്ത് ഓരോന്നിൻ്റെ ഇടയിലേക്കും അമ്മ മസാല ഒക്കെ തേച്ച് നല്ല ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്ത് 3 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇതുപോലെ മസാല ഒക്കെ തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുളക് പൊടി നമ്മൾ പൊടിപ്പിച്ചാൽ നല്ല കളറുണ്ട്. പുറത്തുനിന്ന് മേടിച്ചാവുന്നല്ല, അത്യാവശ്യം നല്ല കളർ തന്നെ ഉണ്ട്. അങ്ങനെ കറി വയ്ക്കാനുള്ള മീനൊക്കെ കറിയിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസുകളൊക്കെ അത്യാവശ്യം വെന്ത് തുടങ്ങാറായിട്ടുണ്ട്. പുളിയൊക്കെ പിടിച്ച് തുടങ്ങുന്ന സമയമാവുന്നുള്ളൂ. ഒന്നുകൂടെ ഒന്ന് തിളച്ച് വറ്റാനുണ്ട് കേട്ടോ. അങ്ങനത്തെ ചോറും അതുപോലെ തന്നെ നമ്മുടെ മീൻ കറിയും പിന്നെ പരിപ്പ് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പടവലങ്ങ ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മീൻ ഫ്രൈയും കൂടെ എത്തിയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ നല്ല ഫിഷ്, നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാലയൊക്കെ ശരിക്കും പിടിച്ച് നമ്മൾ എപ്പോഴും മീൻ വറുക്കുമ്പോൾ ധൃതിപ്പെട്ട് മറക്കാതെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ ഈവനിങ് ആയിട്ട് അമ്മയും വടയും അതുപോലെ തന്നെ നമ്മുടെ കായബജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തുളവടയായിരുന്നു കേട്ടോ. അതൊക്കെ തുളയ്ക്ക് കുറച്ച് വലിപ്പം കുറവാണെന്നുള്ളൂ. പിന്നെ നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നെയ്യപ്പം ബജികൾ വറുക്കാൻ നിൽക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വറുക്കും. അതാണ് ഞങ്ങളുടെ ഒരു ശീലം എന്ന് പറയുന്ന പോലെ കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയും അതുപോലെ തന്നെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. കട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയും കൂടെ ഒന്ന് ഏകദേശം ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ സബോളൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി, കുറച്ച് ശുർക്കയും അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡായിട്ട്. ഇതിൻ്റെ കൂടെ ഇത് നമ്മുടെ കായ ബജി കേട്ടോ. കായ ബജി വറുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലെല്ലാവരും ഇങ്ങനെയായിരിക്കുമോ? ഏറ്റവും അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയില്ലെങ്കിൽ ഇതുപോലെ അവരെ ഫ്രൈ ചെയ്ത് അത് വറ്റിച്ച് കുടിച്ചതിരുന്നു. ഞാനറിയത് കുടിച്ചിട്ട് ആൾക്കാരാണ് എല്ലാ വീട്ടിലും അമ്മമാരിങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിട്ടോ ചെയ്യുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാൻ മടിയാണ്. അതിലുള്ളതിൽ ഞങ്ങളുടെ മുക്കി പൊരിച്ചങ്ങ് എടുക്കും. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് ബജി മേടിക്കുമ്പോഴായാലും അതിൻ്റെ ഒപ്പം ചമ്മന്തി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ വടയും അതുപോലെ തന്നെ കായ ബജിയൊക്കെ കൂട്ടി കഴിച്ചു. അതിനുശേഷം ലാസ്റ്റാണ് നമ്മുടെ നെയ്യപ്പം കൂടെ എടുത്ത് കഴിച്ചത് കേട്ടോ.
അങ്ങനെ ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തുളവട അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തെ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.